ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 10 മണി. 10 മണി എന്ന് പറഞ്ഞാൽ പകൽ 10 മണിയല്ല, രാത്രി 10 മണി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല മീൻകറി കൂട്ടി ചോറ് കഴിക്കണം എന്നൊരു അതിയായ ആഗ്രഹം വന്നത്. ഞങ്ങൾ ഓൾറെഡി പകലെ മീനൊക്കെ വാങ്ങി വെച്ചിരുന്നേ. പകൽ മീൻകറി വെച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട, കുഴപ്പമില്ല എന്ന്. ഞാൻ വിവേകിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, നാളെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഞാൻ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മീൻ കൂട്ടി തന്നെ ചോറുണ്ണണം. ആഗ്രഹം ഒരുപാടാണ്, പക്ഷെങ്കിൽ മീൻകറിയും വെച്ചിട്ടില്ല, ചോറും വെച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടും നമ്മൾ വെക്കണമല്ലോ. പിന്നെ ചോറിനി ഇപ്പോൾ കലത്തിലൊക്കെ ഇട്ട് വേവിച്ചൊക്കെ വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് തൽക്കാലം കുക്കറിലിട്ടു. അല്ലെങ്കിൽ ഞാൻ നോർമലി ചോറ് നമ്മുടെ അല്ലാണ്ട് കലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കതിനകത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് ഇട്ടു. അപ്പോൾ ഇനി അടുത്ത മീൻകറിയാണ്. അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ വെള്ളത്തിലൊക്കെ എടുത്തിട്ട് ഇനിയും പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നത് ഭയങ്കര ടാസ്ക് ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വെളുത്തുള്ളി പൊളിക്കാനായിട്ട് തുടങ്ങി. പാതി വഴി എത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഉപേക്ഷിച്ചാലോ എന്നൊരു തോന്നൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് തോന്നി. പിന്നെ ഇഞ്ചിയും റെഡിയാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ രാത്രി ഏകദേശം 10:45 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് ഞങ്ങൾ വിചാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്മാറാൻ തയ്യാറായില്ല. എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും തീരുമാനിച്ചിടത്തുനിന്ന് ഒരടി പിന്മാറില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഞങ്ങൾ വീണ്ടും ഇത് വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജുവേട്ടൻ്റെ താന്തോന്നി സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ആ സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മീൻകറിയുടെ ചിന്ത ഞങ്ങളുടെ മനസ്സിലോട്ട് വന്നത്. പിന്നെ ആ സിനിമ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നീറിയിട്ട് വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതിന് കൂട്ട് നിൽക്കണ്ടായിരുന്നു, ഒന്നും അനങ്ങാണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, തുടങ്ങിയില്ലേ, അവസാനിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് സത്യത്തിൽ മീൻകറി വെക്കാനായിട്ട് അറിയത്തേയില്ല. ഞാൻ മീൻകറി വെച്ചപ്പോഴൊന്നും ശരിയായിട്ടുമില്ല. പക്ഷേ പിന്നെ ഞാൻ മീൻകറി വെക്കാനുള്ള കോൺഫിഡൻസ് എനിക്കത് വളരെ കൂടുതലാണ്. പക്ഷേ രാത്രി സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ വീട്ടിലോട്ടുള്ള വിളി അത്ര ശരിയാവത്തില്ല. കാരണം എനിക്ക് എന്തായാലും വഴക്ക് കേൾക്കും ഈ സമയത്ത് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്. പിന്നെ ഞാൻ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു മീൻകറി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം നമ്മളൊക്കെ വീട്ടിൽ നിൽക്കുവാണല്ലോ. ആ സമയത്ത് നമുക്ക് മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരികളായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കംഫർട്ടബിൾ അല്ല. അപ്പോൾ എന്താ, നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിലൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ഓക്കെ, അന്നേരമൊക്കെ നമുക്ക് ഒരുങ്ങിപ്പോകാം. വീട്ടിലൊക്കെ നമ്മളിങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ മീനൊക്കെ എടുത്തിട്ട് എൻ്റെ അരപ്പൊക്കെ തിളച്ച് വന്നു. മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതൊന്ന് ഇളക്കണമല്ലോ, ചുറ്റിച്ചെടുക്കണം. അത് പിന്നെ വിവേകാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കല ഉൾപ്പെടെ താഴെ വീഴും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്